ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ റോക്കി ലൈവിൽ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആദ്യമായിട്ടാണ് റോക്കി ആ വീട്ടിൽ ഒരു ക്ഷമാപണം നടത്തുന്നതായിട്ട് നാം കാണുന്നത്. കാരണം ബിഗ് ബോസ് പരസ്യമായത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗുരുതരമായ കൃത്യവിലോപം, അതേ നിയമലംഘനം തന്നെയാണ് റോക്കി നടത്തിയിരിക്കുന്നത്. അതിനുള്ള ശിക്ഷ ബിഗ് ബോസ് പ്രഖ്യാപിക്കും എന്ന് പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തതുകൊണ്ട് റോക്കി ഇപ്പോൾ പരുങ്ങലിലായിരിക്കുകയാണ്. അതുകൊണ്ട് റോക്കിയുടെ ചുറ്റിലും കൂടിയിരിക്കുന്ന ആൾക്കാരോട് റോക്കി പറയുകയാണ്, എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു, പിറകെ നടന്ന് ഹരാസ്മെന്റ് നടത്തി. ബിഗ് ബോസിന്റെ നിയമപ്രകാരം ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷേ എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം സെൽഫ് ഹാം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അതുമാത്രവുമല്ല, ഇത് ഒരു തെറ്റായ സന്ദേശമാണ് പുറം ലോകത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ മാപ്പ് പറയുന്നു. മാത്രവുമല്ല, നിങ്ങളാരും ഇതൊരിക്കലും ഒരു മാതൃകയാക്കി ഏറ്റെടുക്കുവാനും പാടില്ല. എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇവിടെ റോക്കി പറഞ്ഞ കാര്യം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു. പിറകിന് നടന്ന് ഹരാസ്മെന്റ് നടത്തി സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ എനിക്ക് അത്രയെങ്കിലും ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഞാൻ മുൻപോട്ടിറങ്ങിപ്പോവുകയും അത് ഇടിച്ചു പൊട്ടിക്കുകയും ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ നടന്ന സംഭവങ്ങൾ ആകെപ്പാടെ കണ്ടത് 3 ആൾക്കാർ മാത്രമാണ് അവിടെ. 1 റോക്കി, 2 ജാസ്മിൻ, പിന്നെ ഗബ്രി. അതല്ലാതെ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഡൈനിങ് ടേബിളിന്റെ ചുറ്റിനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരോടാണ് റോക്കി പറയുന്നത് പിറകിന് നടന്ന് ഹരാസ്മെന്റ് നടത്തുകയായിരുന്നു, സഹിക്കാൻ പറ്റാതെ ചെയ്തു പോയതാണെന്ന്. റോക്കി പറഞ്ഞത് ശരിയായ ഒരു കാര്യമല്ല. റോക്കി അതിനകത്ത് കള്ളമാണ് പറഞ്ഞത്. കാരണം ജാസ്മിനും ഗബ്രിയും റോക്കിയുടെ പിന്നാലെ നടന്ന് ഹരാസ്മെന്റ് നടത്തിയിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഗാർഡൻ ഏരിയയിൽ ഒരു മൂലയ്ക്ക് പോയിരുന്നുകൊണ്ട് പതിവ് സംഭാഷണം പോലെ തന്നെ സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ കൂടുതൽ സമയവും റോക്കിയുടെ കാര്യങ്ങളും റോക്കി അയാളുടെ സ്വകാര്യ ഭാഗത്ത് എറിഞ്ഞതും ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. റോക്കിയെ ചൊടിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ആംഗ്യ വിക്ഷേപങ്ങൾ കാണിക്കുകയോ റോക്കിക്ക് ആത്മാഭിമാനം ഉണ്ടാകത്തക്കവണ്ണം അയാൾ കേൾക്കെ എന്തെങ്കിലും പരസ്യമായി പറയുകയോ ചെയ്തില്ല. പക്ഷേ എല്ലാവരും അകത്തു പോയിട്ടും പോകാതെ വൈരാഗ്യത്തോടെ വിരോധത്തോടെ അവരെ തുറച്ചു നോക്കിക്കൊണ്ട് റോക്കി ഓപ്പോസിറ്റ് സൈഡിൽ ഗാർഡന്റെ അറ്റത്ത് പോയിരിക്കുകയാണ്. ഇവരിവിടെ സംസാരിക്കുന്നത് റോക്കിക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഇവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് റോക്കി പോയിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഇഷ്യൂ ആക്കി മാറ്റുക. ഇവരെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പ്രതികരിക്കണം. അത് തന്നെയാണ് റോക്കിയുടെ മനസ്സിനകത്തും ഉണ്ടായിരുന്നത്. എന്നിട്ട് റോക്കി സ്വയം സങ്കല്പിക്കുകയാണ്, റോക്കി അവർ പരിഹസിക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് റോക്കി അവിടുന്ന് എഴുന്നേറ്റ് വരികയും ഇവരുടെ മുൻപിൽ നിന്നുകൊണ്ട് ഇവരെ തുറച്ചു നോക്കുകയും ഒടുവിൽ ഈ കബോർഡ് പൊട്ടിക്കുകയും ചെയ്യുന്നത്. പക്ഷെ റോക്കി ഇപ്പോൾ പറയുന്നത് പിറകിന് നടന്ന് എന്നെ ഹരാസ് ചെയ്തു, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത നിലയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുൻപിലുള്ള ഏക പോംവഴി എന്നാണ്. ഇതുകൂടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലുള്ള ഏകദേശം 90% ആൾക്കാരും റോക്കിക്ക് സപ്പോർട്ടുമായിട്ട് നിൽക്കുകയാണ്. ഏകദേശം ജാസ്മിനും ഗബ്രിയും ആ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഏറെക്കുറെ ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് പോലും ജാസ്മിനെയും ഗബ്രിയെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ജാസ്മിനും ഗബ്രിയും മറ്റൊരു ട്രാക്കാണ് അവിടെ വരച്ചിട്ടിരിക്കുന്നത്. പ്രേക്ഷക മനസ്സിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് വളരെയധികം വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കിയിട്ടിരിക്കുന്ന 2 കണ്ടസ്റ്റൻസ് ആണ് ജാസ്മിനും ഗബ്രിയും. അതുകൊണ്ട് തന്നെ ഗബ്രിയും ജാസ്മിയും തെറ്റ് ചെയ്താലും ആൾക്കാർക്ക് ഇപ്പോൾ റോക്കിയെ സപ്പോർട്ട് ചെയ്യുവാൻ തന്നെയായിരിക്കും താല്പര്യം. അത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് ബിഗ് ബോസ് വീടിനകത്ത് നമ്മൾ കാണുന്നത്. ഗബ്രിയെയും ജാസ്മിനെയും അവിടെ ആരും സപ്പോർട്ട് ചെയ്യുവാൻ പരസ്യമായി രംഗത്തേക്ക് വരുന്നില്ല. എല്ലാവരും റോക്കിക്ക് സപ്പോർട്ടാണ്. ഇന്നലെ രാത്രിയിൽ നടന്ന തെറ്റായിട്ടുള്ള പല പ്രവർത്തികളും കണ്ടിട്ട് റോക്കി കാണിക്കുന്നത് തെറ്റാണ് എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ ആൾക്കാർ പോലും ഇപ്പോൾ റോക്കിയുടെ മുൻപിൽ റോക്കിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൂമിനകത്തിരുന്നു കൊണ്ട് 3-4 പേര് സംസാരിക്കുകയാണ്. മുടിയനുണ്ട്, സിജു ഉണ്ട്, നമ്മുടെ ജിൻഡോ ഉണ്ട്, അൻസിബയുണ്ട്. അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് സിജോ പറയുന്നൊരു കാര്യമുണ്ട്, റോക്കിയെ വളരെ അനായാസമായിട്ട് അവർക്ക് പൂട്ടാൻ കഴിയുമായിരുന്നു. അവർക്ക് അത്രയും വിവരമില്ലാത്തത് കൊണ്ടാണ്. ബിഗ് ബോസിന്റെ നിയമപുസ്തകത്തിൽ ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, പ്രകോപനങ്ങളോടുള്ള ബന്ധത്തിൽ സെൽഫ് ഹാമിംഗ് നടത്താൻ പാടില്ല. ഒരിക്കലും സ്വയം നശിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വന്തം ബോഡിയെ ഇടിച്ചു മുറിവേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അത് ഗൗരവമുള്ളൊരു കുറ്റം തന്നെയാണ്. പക്ഷെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ അതൊരൊറ്റ വിഷയം വെച്ചുകൊണ്ട് തന്നെ റോക്കിയെ അവർക്ക് പൂട്ടാൻ പറ്റുമായിരുന്നു. രണ്ടാമത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ഇടിച്ചു പൊട്ടിച്ചിരിക്കുന്നു. അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത്രയും ഒന്നും അവർ അതിനെ ഗൗരവമായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ റോക്കി രക്ഷപ്പെട്ടു പോകുന്നത് എന്ന രീതിയിൽ സിജോ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സിജോ ഇത് പരസ്യമായിട്ട് റോക്കിയോട് പറയുന്നില്ല, നീ കാണിച്ചത് തെറ്റ് തന്നെയാണ്, അതൊരു പ്രശ്നമാക്കി എന്തുകൊണ്ടാണ് അവിടെ റോക്കിക്കെതിരായിട്ട് ഇയാൾ ഉപയോഗിക്കാതിരിക്കുന്നത്? കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, റോക്കിയെ അവർക്ക് ഇഷ്ടമാണ്, ജാസ്മിനെയും ഗബ്രിയെയും അവർക്ക് വെറുപ്പുമാണ്. ഉടൻ തന്നെ അൻസിബ പറയുന്നുണ്ട്, അവർ ഇരുവരും സയാമീസ് ഇരട്ടകളെ പോലെയാണ് എല്ലായ്പ്പോഴും പെരുമാറുന്നത്. അതെ, ഇത് തന്നെയാണ് വീട്ടിനകത്തുള്ളവരുടെ അഭിപ്രായം, ഇത് തന്നെയാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം.
അതുകൊണ്ട് തന്നെ റോക്കി തെറ്റ് ചെയ്താലും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. ജാസ്മിന്റെയും ഗബ്രിയുടെയും ഭാഗത്ത് വീഴ്ചകളില്ലെങ്കിലും രക്ഷപ്പെടുവാൻ പ്രയാസവുമാണ്. ആ രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ. എന്തായാലും ബിഗ് ബോസ് ഇന്ന് കട്ടക്കലിപ്പിലാണ് സംസാരിച്ചത്. ആ സംസാരത്തിനിടയിൽ ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കുടുംബ പ്രേക്ഷകർ, കൊച്ചുകുട്ടികൾ, പ്രായമായവർ, അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണിത്. ആ ഷോയുടെ മാന്യത നഷ്ടപ്പെടാതെ അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളത് ഈ വീട്ടിലെ ഓരോ മത്സരാർത്ഥികളുടെയും ഉത്തരവാദിത്തമാണ്. ഇത് ഗബ്രിക്കും ജാസ്മിനും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവരിരുവരും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറയുകയാണ്, മറ്റുള്ളവർക്ക് മോശം എന്ന് പറയത്തക്കവണ്ണം ഞാനൊന്നും നിന്നോട് പ്രതികരിച്ചിട്ടില്ലല്ലോ, മറ്റുള്ളവർക്ക് അശ്ലീലത തോന്നത്തക്കവണ്ണം ഒരു തരത്തിലുള്ള തെറ്റായ ആംഗ്യവിക്ഷേപങ്ങളും പ്രവൃത്തികളും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താ എന്നൊക്കെ ഗബ്രി ജാസ്മിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതുവരെയും ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തെറ്റും തോന്നിയിട്ടില്ല. പ്രേക്ഷകർക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതേക്കുറിച്ചുള്ള പ്രേക്ഷക അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.